അപ്പോൾ സ്വിച്ച് കൊടുക്കുന്നു, ഞാൻ പറഞ്ഞ പോലെ ഇത് ഓൺ ചെയ്യുന്നു, അതിന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത് സ്റ്റിങ്ങിങ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ചെയ്യുന്നു. മിനിമോളെ തക്കടി മോളെ നോക്കുമ്പോൾ നോക്കണം. അപ്പം നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം എടുത്തിട്ടാ ആ പെട്ടെന്നാവട്ടെ. പക്ഷെ നമുക്ക് ഒരാളും കൂടെ നമ്മളെ കൂടെ കൂടിയ പോലെ നല്ല ഇങ്ങനെ ഒരാളുണ്ട്. ഇപ്പൊ ഞാനില്ലേലും നിനക്ക് ഉറങ്ങുമ്പോൾ സമാനം കിടക്കല്ല. അടുത്തൊരു കൂട്ടിനൊരാളുണ്ടല്ലോ. എന്തായാലും എനിക്ക് ഇവിടെ തക്കളി വെള്ളം കൊണ്ടുപോയി. അപ്പൊ ഈ വെള്ളം ഒഴിക്കാനുള്ള സ്ഥലം അറിയാലോ. ഇതാണ് വെള്ളം ഒഴിക്കണം. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ അതിങ്ങനെ ഒഴിക്കുമ്പോൾ നിറയുമ്പോ അവിടെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു തന്നില്ലേ, അതിലാ ഇത് അവിടെ അടയാളം കാണിക്കും. അത് ഇങ്ങനെ ഒഴിച്ച് അവിടെ അത് കാണിക്കുന്നുണ്ടോ? അതൊക്കെ തക്കളി കണ്ടുപിടിച്ചോട്ടോ. തക്കളി നീ എല്ലാം പഠിച്ചു വെച്ചാണോ? ഓ ഇതെനിക്കെല്ലാം അറിയാം. നീ എവിടെ പോയിരുന്നത്? ഞാൻ പുറത്തുണ്ടായിരുന്നു. ഇന്ന് പുറത്ത് വെള്ളം കുളിച്ചാന്ന്? ഞാനൊന്നും കൂടെ അങ്ങ് കുളിച്ചു. എന്നിട്ട് എന്തുവായിട്ടാ ഇത്? ചൂടല്ലേ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. രാവിലെ 2 പ്രാവശ്യം കുളിച്ച്, ഇപ്പൊ ഒന്നും കൂടെ അങ്ങ് കുളിച്ചു. ആടെ കൊച്ചു സുഖമായിട്ട് കിടന്നിറങ്ങണം, ഞാൻ ഇവിടെ കിടന്നിറങ്ങണം. ഒരു കുഴപ്പമില്ല, നമുക്കിത് മതിയല്ലോ, ധാരാളം. ഏട്ടന്റെ ശരീരപ്രകൃതി അല്ലേ എനിക്കിപ്പോ ഭയങ്കര ചൂടാണ്. എടി കഴിഞ്ഞ വർഷവും നമ്മൾ ഇവിടെ അല്ലേ കിടന്നത്, ഇപ്പൊ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഏട്ടാ ഓരോ വർഷം കഴിയും തോറും ചൂടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞത് ഒരു കൂളർ മേടിക്കാന്ന്. ഓ അതാണ് കാര്യം. ഇപ്പൊ കാര്യം മനസ്സിലായി കേട്ടാ. എന്റെ പൈസ ഇല്ല, നിന്റെ താളത്തിനകത്തുള്ള എന്റെ കയ്യിൽ പൈസ ഇല്ല. ഞാനൊരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഏട്ടാ ഞാൻ വലിയൊരു ആനേനെ മേടിക്കണമെന്നൊന്നും അല്ല പറഞ്ഞത്, നിസ്സാര ഒരു കൂളർ മേടിക്കണമെന്നാ പറഞ്ഞത്. അതിന് എന്റെ കയ്യിൽ പൈസ വേണ്ടേ? നീ പറഞ്ഞ കണക്ക് ഓരോന്ന് പറയുമ്പോൾ അത് ഇത് മേടിക്കുന്നു പറയുമ്പോൾ എന്റെ കയ്യിൽ പൈസ ഇരിക്കണ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർ പോലും കൂളർ മേടിച്ച് വെച്ചിട്ടുണ്ട്, അറിയാവോ? സംഭവം മനസ്സിലായി. എന്ത്? നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് മരുന്നുമില്ല.